ഹെലികോപ്റ്റർ വീണ്ടും BJP-ക്കാരുടെ ഹെലികോപ്റ്റർ വരും. വെള്ളാപ്പള്ളി നടേശൻ 2026 തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ഒരു അരക്കില്ലത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് വെള്ളാപ്പള്ളി നടേശൻ. ഏതാണ്ട് ഈ അരക്കില്ലത്തിന്റെ ഒരു ചൂട് NSSന്റെ നേതൃത്വത്തിനും അനുഭവിക്കേണ്ടതായിട്ട് വരും. ശ്രീ CK വിദ്യാസാഗർ, അങ്ങേക്ക് ഇതിന്റെ ചരിത്രം മുഴുവനും അറിയാമല്ലോ. എത്ര തവണ പാളിപ്പോയതാണ്, ഇത് വീണ്ടും പാളിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തുടക്കം മുതൽ തന്നെ പറയുന്നത്. കഴിഞ്ഞ ഒരു ദിവസവും ഈ വിഷയമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അന്നും ഇത് എത്ര നാൾ വാഴും എന്നത് സംബന്ധിച്ച് പലരും അത്ഭുതപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. പക്ഷെ ഇത് എത്ര വേഗം എന്നത് വിചാരിച്ചിട്ടുമില്ല. ഈ ഒരു പക്ഷേ BJP ബന്ധം അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്തെ CPM ബന്ധം എന്നുള്ള കാര്യങ്ങളിൽ മാത്രം തട്ടിയാണോ ഈ ഐക്യാഹ്വാനം ഇല്ലാതായി പോയത്? ഈ ഐക്യം ഇല്ലാതായത് NSSന്റെ ഡയറക്ടർ ബോർഡിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടന്നപ്പോൾ അവിടെ ഒരു ശക്തമായ എതിരഭിപ്രായം ഉയർന്നു വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അങ്ങനെയാണ്. അവിടെ ഏതായാലും കാര്യവിവരമുള്ള ഡയറക്ടർമാരെ NSSന്റെ ഡയറക്ടർ ബോർഡിൽ കുറേ പേരുണ്ട് എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ പുറകിലുള്ള അജണ്ട എന്താണെന്ന് അത്ര BJP മൈൻഡ് സെറ്റുകാരല്ലാത്ത NSSലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അത് ശക്തമായി എതിർത്തു. അതിൻ്റെ ഫലമായിട്ട് അവിടെ പുറത്തേക്ക് ഒരു അന്തഛിദ്രമുണ്ട് എന്ന് ഉള്ള വാർത്ത പോകാതിരിക്കാൻ വേണ്ടിയിട്ട് NSSന്റെ നേതാക്കൾ ഇങ്ങനെ ഒരു തീരുമാനം അത് വേണ്ടെന്ന് വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെ അജണ്ട വളരെ ക്ലിയർ അല്ലേ. അദ്ദേഹത്തിൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പിൽ LDF മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറവാണ്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പരീക്ഷണ ഘട്ടമാണ്. ഇത് NSSനെയും കൂടെ കൂട്ടിച്ചേർത്ത് ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ അതിൻ്റെ ആ കയറിൻ്റെ ഒരറ്റം കൊണ്ട് BJP-യുടെ കയ്യിൽ കൊടുത്തു വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും BJP-ക്ക് ഇവിടെ ഒരു പോസിറ്റീവ് ഇത് കിട്ടുമെന്നൊരു പ്രതീക്ഷ. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ ഒരു വർദ്ധിച്ച ബലം ഉണ്ടാകും. അത് 2026 തെരഞ്ഞെടുപ്പിൽ മിക്കവാറും നമുക്ക് വെള്ളാപ്പള്ളി നടേശനെ പണ്ട് BJP-ക്കാർ 2015 തെരഞ്ഞെടുപ്പിൽ കൊടുത്ത ഒരു ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, നല്ല വേഗത്തിൽ പറക്കുന്ന, പൊടി പറത്തിക്കൊണ്ട് പറക്കുന്ന ഹെലികോപ്റ്ററിൽ അദ്ദേഹം കേരളത്തിന്റെ തെക്ക് വടക്ക് കുറെ ദൂരം പറന്നല്ലോ. ആ ഹെലികോപ്റ്റർ വീണ്ടും BJP-ക്കാരുടെ ഹെലികോപ്റ്റർ വരും. വെള്ളാപ്പള്ളി നടേശൻ 2026 തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അതാണ് ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ അജണ്ട. ആ അജണ്ടയിലേക്ക് തന്ത്രപൂർവ്വം ഈ നായാടിയെയും നമ്പൂതിരിയെയും നായരെയും ഒക്കെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ഓളം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ശക്തമാക്കാൻ കഴിഞ്ഞേക്കും എന്ന ഒരു ടാക്ടിക്സ് ആണ് വെള്ളാപ്പള്ളി നടേശൻ ആവിഷ്കരിച്ചത്. പക്ഷേ അതിനകത്ത് മിസ്റ്റർ സുകുമാരൻ നായർ വീണുപോയി തോന്നുന്നു. ആദ്യം അത് വീണുപോകാൻ സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും ഓരോ കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു തന്ത്രത്തിന്. കാരണം രണ്ടുപേർക്കും ഇവിടെ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നിയമപരമായിട്ടുള്ള ചില സംരക്ഷണം ആവശ്യമുണ്ട്. ഇപ്പോൾ കോടതിയിൽ NSSനെതിരെയും SNDPക്കെതിരെയും നിലനിൽക്കുന്ന കേസുകളിൽ ഈ കേരള സർക്കാരിന് നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് ഓഫ് കേരള അതുപ്രകാരം പ്രയോഗിക്കാൻ കഴിയുന്ന ചില അധികാരങ്ങളുണ്ട്. ആ അധികാരം പ്രയോഗിക്കേണ്ട ഒരു അവസരം വന്നാൽ അത് വ്യക്തിപരമായി തങ്ങൾക്ക് പാരയാകരുത് എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നിടത്ത് ഇരിക്കാനും നിൽക്കാനും അദ്ദേഹത്തിനോടൊപ്പം കാറിൽ കയറാനും മീറ്റിങ്ങിൽ പങ്കെടുക്കാനും ഒക്കെ ആവേശം കാണിക്കുന്നത് എന്ന ഒരു സംഗതിയുണ്ട്. പിന്നെ കേന്ദ്രത്തിൽ കുറച്ചുകൂടെ പിടി മുറുക്കി വെച്ചില്ല എങ്കിൽ ഈ 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയും കമ്പനി നിയമപ്രകാരം ഉള്ള കേസുകൾ അവർക്ക് അത് ഒത്തിരി കാലമായിട്ട് കേസുകൾ ഇങ്ങനെ അവര് മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് അതുമേലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പോൾ അഡ്വേഴ്സ് ആയിട്ടൊരു തീരുമാനം ഉണ്ടായാൽ ആ സമയത്ത് കേന്ദ്ര സർക്കാരിന് ഇതിന് ഇടപെടാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ചാലും കൂടി കയറിയിട്ടുണ്ട്. അതിന്റെ ചരിത്രം ഇച്ചിരി ലീഗലാ. അതായത് ഇത് കേരളത്തിലെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ചാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ
കേന്ദ്രത്തിനാണ് ഇതിനകത്ത് ഇടപെടാൻ അവകാശം കിട്ടുക. നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് എങ്കിൽ സംസ്ഥാന സർക്കാരിനാണ് അധികാരം ഉണ്ടാവുക. ഇത്രയും കാലം നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് SNDP യോഗം നടത്തി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോ ബോംബെയിലുള്ള ഒരു യൂണിയൻകാരെ കൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുപ്പിച്ചു. അയ്യോ, ഇത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നതാണ്, അതുകൊണ്ട് ഇത് നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ചല്ല പോകേണ്ടത്, ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് പോകേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി കൊടുക്കുകയും ആ ഹർജിയിന്മേൽ ഡിവിഷൻ ബെഞ്ച് 2 ആഴ്ച മുൻപ് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിധി സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യാനായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അത് സുപ്രീം കോടതിയിൽ വരും. അപ്പോൾ കേന്ദ്രത്തിനാണ് ഇപ്പോൾ ഇതിൽ അധികാരം വിനിയോഗിക്കാൻ കഴിയുക എന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമായി വെള്ളാപ്പള്ളി നടേശൻ കരുതുന്നു. കാരണം ഇവിടെ UDF അധികാരത്തിൽ വന്നാൽ ആ അപകടം അദ്ദേഹം അങ്ങ് ദൂരെ കാണുന്നു. അങ്ങനെ വന്നാൽ പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ നാളുകൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കസേരയിലുള്ള അദ്ദേഹത്തിന്റെ ഇരിപ്പ് വളരെ വളരെ പ്രിക്കേറിയസ് ആണ്. അങ്ങനത്തെ ഒരു അരക്കില്ലത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് വെള്ളാപ്പള്ളി നടേശൻ. ഏതാണ്ട് ഈ അരക്കില്ലത്തിന്റെ ഒരു ചൂട് NSSന്റെ നേതൃത്വത്തിനും അനുഭവിക്കേണ്ടതായിട്ട് വരും. കാരണം ഈ 2 കേസുകളിലും സമാനമായിട്ടുള്ള നിയമത്തിന്റെ ചാലുകളാണ് വഴിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അജണ്ട വളരെ വലുതാണ്. കാരണം സ്വന്തം ഡിഫൻസാണ്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ ഡിഫൻസാണ്, സെൽഫ് ഡിഫൻസാണ് ഫസ്റ്റ് അജണ്ട. ആ സെൽഫ് ഡിഫൻസിനോടൊപ്പം ഇവിടെ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ തന്റെ മകന്റെ പാർട്ടിക്ക് കുറച്ചുകൂടി മേൽകൈ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് ഇച്ചിലൂടെ പിടിമുറക്കാനും ഒക്കെ കഴിഞ്ഞേക്കും. അതുകൊണ്ട് BJPയുടെ ഹെലികോപ്റ്ററിൽ കയറേണ്ട വന്നാൽ BJPയുടെ ഹെലികോപ്റ്ററിൽ കയറും, യാതൊരു സംശയവുമില്ല. 2026 ഞാൻ വെള്ളാപ്പള്ളി നടേശനെ പ്രതീക്ഷിക്കുന്നത് BJPയുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ ആയിട്ടായിരിക്കും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ.